ഹലോ ഫ്രണ്ട്സ്, ഡോണ്ട് ബി ടു ഇമോഷണൽ എന്ന ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജെ ആണെങ്കിൽ ജെയിൻ്റെ അടുത്ത് തൻ്റെ ഇഷ്ടം പറയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ജെയിനാണെങ്കിൽ യാതൊരു ബോധവും ഇല്ലല്ലോ. അങ്ങനെ ജെയിനാണെങ്കിൽ ജെയുടെ ദേഹത്തോട്ടങ്ങ് വൊമിറ്റ് ചെയ്തിടുകയാണ് കേട്ടോ. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ഗ്യാപ്പിൻ്റെ അടുത്താണെങ്കിൽ ജെയിൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും വൊമിറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെയിൻ പറയുന്നുണ്ട്, ഞാൻ നല്ല ഡ്രങ്ക് അല്ലായിരുന്നോ എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. അതേ സമയമാണ് കേട്ടോ നമ്മുടെ ജെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജെനെ കണ്ടതും നാണം കേടുകൊണ്ട് നമ്മുടെ ജെയിനാണെങ്കിൽ ഓടി വിളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഗ്യാപ്പാണെങ്കിൽ അവനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ സംസാരിച്ചാലേ ഇത് പ്രശ്നം തീരത്തോളം എന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെ ആണെങ്കിൽ ജെയിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ജെയിനിനെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ജെയിൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് ജെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യന് നീ ഇതുവരെ എനിക്ക് ആൻസർ തന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതും ജെയിൻ ആണെങ്കിൽ ചോദിക്കുകയാണ്, എന്ത് ക്വസ്റ്റ്യനാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജെ പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നു, ഇല്ല എനിക്ക് ഓർമ്മയില്ല, എന്ത് ക്വസ്റ്റ്യനാണെന്നിങ്ങനെ അറിയാത്ത കണക്ക് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജെ ആണെങ്കിൽ അതിങ്ങനെ പറയാനായിട്ട് വരുമ്പോഴത്തേക്കും പ്രൊഫസർ കയറി വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജെയിൻ പറയാം, നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അങ്ങ് മാറ്റുവാണ് കേട്ടോ. അങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോഴും നമ്മുടെ ജെ ആണെങ്കിൽ ജെയിനിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നോട്ടം മാത്രമല്ല കേട്ടോ, അവർ കൈയും കൂടെ ഒക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ്സിലിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അവരുടെ സ്കൂളിൽ ഫുൾ ഇങ്ങനെ ഒരു റൂമർ പോവുകയാണ് കേട്ടോ, ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആണോ, ജെയും ജെയിനും തമ്മിൽ ഒഫീഷ്യലി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോ, അവർ കപ്പിളാണോ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമറൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു റൂമർ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ ജെ ആണെങ്കിൽ ജെയിനെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുവരുവാണേ. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ വന്നതും ജെയിനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് നല്ല പ്ലേസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവൻ അപ്പാർട്ട്മെൻറ്റ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ, അവൻ നല്ല ഡ്രങ്ക് അല്ലായിരുന്നു. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ ജെക്ക് ചെറിയൊരു തലവേദന പോലെ വരുന്നത്. അപ്പോൾ ഇത് കാണുന്നതും നമ്മുടെ ജെയിനാണെങ്കിൽ നല്ല വറീഡായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവൻ പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, അത് ചെറിയൊരു മൈഗ്രെയിൻ്റെ ഇഷ്യൂ ആണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ ജെക്കാണെങ്കിൽ ജെയിൻ ഇങ്ങനെ ചോദിച്ചതൊക്കെ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഇത്രയും വറീഡായിട്ട് അവനെപ്പറ്റി ഇങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ അവിടെ ഇരിക്കുന്ന പിയാനോ കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ് കേട്ടോ, ജെ പിയാനോ വായിക്കുമോയെന്ന്. അങ്ങനെ അവൻ ആ പിയാനോ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിനാണെങ്കിൽ അവൻ പിയാനോ വായിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ പറയുകയാണ്, ജെ എല്ലാത്തിനും സൂപ്പറാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു പിയാനോ വായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ അത്. അപ്പോൾ തന്നെ ജെ ആണെങ്കിൽ ജെയിന് ഒരു മാല അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ജെ ആണെങ്കിൽ ജെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നിങ്ങനെ. അത് ജെയിൻ്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ജെയിനാണെങ്കിൽ പറയാണ്, നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ റൂമേഴ്സ് പറയുന്ന കണക്കൊന്നും അല്ല, അത് അവർക്ക് നിങ്ങളെ ശരിക്കും അറിയാഞ്ഞിട്ടാണോ അതോ ഞാൻ നിങ്ങളെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്നിങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജെയിൻ പറയാണ്, നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ബോയ് ഫ്രണ്ട് ആവണോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പം ജെ പറയാണ്, നീ അപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുവാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, ഇല്ല അങ്ങനല്ല, എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം, നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്നെ പ്രൂവ് ചെയ്ത് കാണിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ജെയിനാണെങ്കിൽ ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. അങ്ങനെ ജെയിനാണെങ്കിൽ ജെയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, വാലന്റൈൻസ് ഡേക്ക് എന്താണ് സ്പെഷ്യലായിട്ട് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ജെ ആണെങ്കിൽ പറയുകയാണ്, എനിക്ക് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജെ ചോദിക്കുവാണ്, നീ എന്തോ ചെയ്യുവാന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഡ്രോയിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഡ്രോയിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുവാണ് കേട്ടോ, എന്താണ് അവന് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ ജെയിനാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാവക്കുട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ അനിയത്തിയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, നിങ്ങളെ ഡേറ്റിങ് തുടങ്ങിയോ, അവനെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരുന്നില്ല, എനിക്ക് അവൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങ് മാറുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ്റെ കൈ ഇങ്ങ്
ചെറുതായിട്ടൊന്ന് മുറിയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അവൻ്റെ സ്കൂളാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് കിങ്ങിനെ കാണുവാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒരേ സമയം തന്നെ കാണുമ്പോൾ തന്നെ സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അത് വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, എനിക്ക് PJനെ ഇഷ്ടമല്ല എന്ന് സോറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവളും പറയുന്നുണ്ട്, ഞാനും സോറി പറയാം നിൻ്റെ അടുത്ത്, ഞാനും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ, ഞാനും ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ പാച്ചപ്പ് ആവുകയാണ് കേട്ടോ അവിടെ വെച്ച്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് പുട്ടാണെങ്കിൽ അവൻ്റെ കയ്യിൽ ആ ഒരു മുറിവ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീയും PJയുടെ അടുത്ത് വല്ല ഡീലും വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നത്, എന്ത് ഡീലിൻ്റെ കാര്യം നീ പറയുന്നത്, അത് എൻ്റെ കയ്യിൽ ഒരു സൂചി കൊണ്ട് കൈമുറിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് പറയുകയാണ് കേട്ടോ, നിനക്കറിയില്ലേ POമിന് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടിയ കാര്യം, അതെങ്ങനെ കിട്ടിയെന്നാണ് നീ വിചാരിക്കുന്നത്, അതിന് ഹെൽപ്പ് ചെയ്തത് PJ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ POമാണെങ്കിൽ PJയുടെ അടുത്ത് ഒരു ഡീൽ വെച്ച്, ആ ഒരു ഡീല് കാരണമാണ് അവന് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്നാണ് കേട്ടോ പറയുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് PJ ചോദിച്ചത് അവൻ്റെ സ്പോർട്സ് കാർ ആയിരുന്നു കേട്ടോ. പക്ഷേ അതവൻ കൊടുക്കാനായിട്ട് തയ്യാറായില്ല. എന്നാൽ പിറ്റേ ദിവസമാണെങ്കിൽ അവൻ്റെ സ്പോർട്സ് കാർ കാണാനില്ലായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ POമിന് PJനെ ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെക്കൊണ്ടും PJ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ഡീലൊക്കെ വെപ്പിക്കും, നീ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്തിട്ട് നിന്നെക്കൊണ്ടും ഇങ്ങനെ ഓരോ ഡീൽ വെപ്പിക്കാനാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് മുമ്പേ നിൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവനാണെങ്കിലും മുമ്പ് ബാറിൽ വെച്ച് PJ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നിനക്കറിയാവോ PJ ആണെങ്കിൽ സൈക്കോളജി ഒക്കെ പഠിച്ചതാണ്, അതുമാത്രമല്ല PJക്ക് 27 വയസ്സുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ഇല്ല ഇതൊന്നും സത്യമൊന്നും അല്ല, ഇത് സത്യമായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞേനോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, കാരണം അവൻ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുവാണ്, നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, കാരണം നീ ഒരു സ്റ്റുപ്പിഡാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ജെയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനാണെങ്കിൽ നമ്മുടെ പുട്ടിനെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാപ്പാണെങ്കിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ അവനെ അടിച്ചത്, നിനക്ക് എന്താ പറ്റിയത് ജെയിൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ജെയിനാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് PJ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജെയിൻ പറയാണ്, PJനെ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുണ്ട് എന്നിങ്ങനെ പറയാനുണ്ട്. അപ്പം അവൻ ചോദിക്കുകയാണ്, ആരാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സാണ്, അപ്പോൾ അതൊന്നും PJക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയമാണ് കേട്ടോ ജെയിനാണെങ്കിൽ PJയുടെ ഡോക്യുമെൻറ്റ്സ് കാണുന്നത്. അപ്പം അത് കാണുമ്പോഴത്തേക്കും പുട്ട് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഇവന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതും PJ ആണെങ്കിൽ അവൻ്റെ കൈ കയറി പെട്ടെന്ന് പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒന്ന് പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ PJ ആണെങ്കിൽ ചോദിക്കുന്നത്, നിൻ്റെ കൈക്ക് എന്ത് പറ്റി, നിൻ്റെ കൈ എങ്ങനെയാണ് മുറിഞ്ഞതെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് ചെറിയൊരു സൂചി കൊണ്ടതാ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ PJ ആണെങ്കിൽ ജെയിൻ്റെ അടുത്ത് തൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതാണോ നിന്നെ ബോദർ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ജെയിൻ പറയാണ്, ഞാൻ ഇതുവരെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്നും വഴക്കിട്ടിട്ടില്ല, എന്നാൽ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അടിച്ചു, അത് PJക്ക് വേണ്ടിയാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജെയിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ അടുത്ത് ഏജിൻ്റെ കാര്യമൊക്കെ കള്ളം പറഞ്ഞത്, എന്നിട്ട് POമിൻ്റെ സ്പോർട്സ് കാർ എടുത്തത് PJ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ PJ പറയുന്നുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാറുന്നത്, പിന്നെ അവൻ്റെ കാർ എടുത്തത് ഞാനല്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ജെയിൻ ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ഡീലൊക്കെ വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനൊരാൾക്കൊരു ഫേവർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് എനിക്കൊരു റീപേയ്മെൻറ്റ് തിരിച്ച് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെക്കുന്നത്, അത് രണ്ട് പാർട്ടീസും എഗ്രി ചെയ്തിട്ട് തന്നെയാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിലെന്താ ഒരു തെറ്റെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ വീട്ടിൽ വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നേരെ ജെയിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ജെയിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ജെയിനാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അവനിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് PJ ആണ്, എൻ്റെ സീനിയർ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനിയത്തിയാണെങ്കിൽ ഇവനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവനാണോ ആ സ്പെഷ്യൽ ഫ്രണ്ട്, ഇവന് വേണ്ടിയിട്ടാണോ ആ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ PJ ആണെങ്കിൽ ജെയിനെ ഒന്ന് ഇരുത്തി നോട്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ജെയിനെ വിളിച്ചിട്ട് പറയാണ്, ഇവൻ നല്ല ഹാൻസം ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിനാണെങ്കിൽ അവരുടെ ഷോപ്പിൽ ആ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെങ്ങനെ എടുക്കണമെന്നും അതെങ്ങനെ അളന്ന് കുപ്പിയിലൊക്കെ ആക്കണമെന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ PJക്ക്. അപ്പോൾ PJ ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് അതിങ്ങനെ അളന്ന് കുപ്പിയിലിടാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ PJ ചെയ്യുന്നതെല്ലാം കുളമായി പോവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജെയിനാണെങ്കിൽ ഒന്നും ചിരിക്കുന്നുമുണ്ട്. അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, ജെയിൻ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം പി ജെ പറയുന്നുണ്ട് അവൻ ഭയങ്കര ക്യൂട്ടാണ്, അവൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മയടുത്ത് പറയാണ് ഫുഡൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. അത് കഴിഞ്ഞ് പി ജെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ജെറ്റെന്ന് പറഞ്ഞൊരു ചെറുക്കനാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ പി ജെ എടുത്ത് പറയുകയാണോ നിങ്ങളുടെ കാറ് ഭയങ്കര സൂപ്പറാണ്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ് എനിക്ക് ഇതണക്കത്തെ കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ തരുമോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിനക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണമെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ അബ്നോർമലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജെയിൻ വരുമ്പോഴത്തേക്ക് ഈ ചെറുക്കൻ പെട്ടെന്ന് ബോധത്തിൽ വന്ന കണക്കങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ജെയിൻ്റെ അടുത്ത് ബായി ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ പി ജെ ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പി ജെ ആണെങ്കിൽ ആ ഒരു മെഡിസിൻ വെച്ചിട്ട് അവനൊരു ഡ്രിങ്ക് ഉണ്ടാക്കുവാണ് കേട്ടോ. അവന് മൈഗ്രെയിൻ ഉള്ള കാരണം അവൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ജെയിൻ്റെ അച്ഛനാണ് കേട്ടോ ഈ ഒരു മെഡിസിൻ കൊടുത്തത്. എന്നിട്ട് അവനാണെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ പി ജെ ആണെങ്കിൽ അത് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുടിച്ചതിന് ശേഷം ജെയിൻ്റെ അടുത്ത് പറയുന്നുമുണ്ട് കേട്ടോ. അടുത്ത സീനിൽ അവിടെ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ പുട്ടിൻ്റെ ബൈക്കിൽ ആരോ ബ്ലഡൊക്കെ എടുത്ത് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജെയിൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിനക്കറിയില്ല ഇത് ആരാ ചെയ്തതെന്ന്, പിന്നെ നീ എന്നെപ്പറ്റി വറി ചെയ്യേണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ ജെയിനും പി ജെയും കൂടെ ഒരു ലഞ്ചിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് പി ജെ ആണെങ്കിൽ ജെയിനിന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടിട്ട് ജെയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇത് നല്ല ഫ്ലവർ ആണല്ലോ, കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പി ജെ പറയാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലവ് എന്നാണ് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ അവൻ ഉണ്ടാക്കിയ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാവക്കുട്ടി പി ജെക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇത് പി ജെക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പി ജെ ആണെങ്കിൽ അത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇത് നീ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിനാണെങ്കിൽ അവൻ വരച്ച ആ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടതും പി ജെ ആണെങ്കിൽ കൊള്ളാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ജെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ, ഇന്ന് നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ പറയുകയാണ് എനിക്ക് നാളെ ഒരു സൈക്കോളജിയുടെ ക്വിസ് ഉണ്ട്, അപ്പം എനിക്ക് പഠിക്കണമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ജെയിൻ്റെ കയ്യിലൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ പഠിപ്പിക്കാം, നിനക്കറിയാമല്ലോ എനിക്ക് സൈക്കോളജിയിൽ ഡിഗ്രിയൊക്കെ ഉണ്ട്, അപ്പം നീ ഇന്ന് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും ക്യൂട്ടായിട്ട് വിളിക്കുമ്പം നമ്മുടെ ജെയിൻ പോകാതിരിക്കുമോ, അങ്ങനെ ജെയിൻ പോയി കേട്ടോ. അങ്ങനെ പി ജി ആണെങ്കിൽ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ജെയിന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ട്യൂട്ടറിങ് സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പി ജി ആണെങ്കിൽ ജെയിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ജെയിൻ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പി ജിയുടെ അടുത്ത്. എന്നാൽ പി ജി ആണെങ്കിൽ അതൊന്നും ആൻസർ ചെയ്യാതെ നന്നായിട്ട് പിന്നെയും ക്ലോസ് ആയിട്ട് വരുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ റൊമാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പി ജെ ആണെങ്കിൽ അവൻ്റെ റൂം കാർഡ് എടുത്ത് നമ്മുടെ ജെയിനിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇത് ഇന്ന് മുതൽ ഇനി നിൻ്റെ കൂടെ റൂമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജെയിനാണെങ്കിൽ പറയുകയാണ് ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എണീറ്റ് വാഷ്റൂമിലോട്ട് പോകുന്നുണ്ടേ. അങ്ങനെ അവിടെ ആണെങ്കിൽ ഒരു ബോക്സ് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൻ ആ ബോക്സ് തുറക്കുന്നുണ്ട്. അങ്ങനെ അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ ചെയിൻ ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അതിലൊരു ചെയിൻ എടുത്ത് അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവൻ ശരിക്കും ഷോക്കാവുകയാണ് കേട്ടോ. അതിനകത്ത് ഒരു തുള്ളി ബ്ലഡാണ് കേട്ടോ അവൻ കാണുന്നത്. അങ്ങനെ അവിടെയൊക്കെ പെട്ടെന്ന് പി ജെ കയറി വരുവാണ് കേട്ടോ. അപ്പോൾ പി ജെ ചോദിക്കുന്നുണ്ട് നീ എന്തോ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ജസ്റ്റ് ഞാൻ ആ മാലയുടെ ഡിസൈൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒന്നെടുത്ത് നോക്കിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നുണ്ട് അതിങ്ങ് തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ജെയിൻ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ വേറൊന്നും ചോദിക്കുന്നുമില്ല. അപ്പോൾ അടുത്ത സീനിൽ അവരുടെ സ്കൂളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഗ്യാപ്പാണെങ്കിൽ ജെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷനൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നുണ്ടെന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ പുട്ട് പറഞ്ഞ കാര്യത്തിനെ പറ്റി നീ ഓവർ തിങ്ക് ഒന്നും ചെയ്യണ്ട, അവൻ ജസ്റ്റ് നിൻ്റെ കാര്യത്തിൽ ഇച്ചിരി വറീഡാണ്, അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയമാണ് കേട്ടോ അങ്ങോട്ടേക്ക് പുട്ട് വരുന്നത്. അപ്പം ജെയിനാണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവൻ റിപ്ലൈ ഒന്നും ചെയ്യാതെ അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ജെയിനാണെങ്കിൽ വാഷ്റൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു സൗണ്ട് കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ജൂയി എന്ന് പറഞ്ഞൊരു പെണ്ണാണെങ്കിൽ വാഷ്റൂമിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജെയിനെ കാണുന്നതും ആ പെണ്ണാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് ജെയിൻ പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ പറ പി ജെയുടെ അടുത്ത് എൻ്റെ പുറകിനെ ചാമ്പിനെ വിടരുതെന്ന് പറ പ്ലീസ്, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനൊക്കെ ആ പെണ്ണ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുകയാണ് പി ജെ എന്ത് ചെയ്യുന്നതെന്നാണ് നീ പറയുന്നത്? അപ്പോൾ ആ പെണ്ണ് പറയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പി ജെ ആണ്, നീ അവൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, എന്നിട്ട് നിനക്കിതൊന്നും അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ആ പെണ്ണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്തിനാ പി ജെ ഇത്ര മോശപ്പെട്ട ആളാന്നൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവൾ
അവളാണെങ്കിൽ ഒരു നമ്പർ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് പറയുകയാണ്, നിനക്ക് PJ എന്താ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നീ ഈ നമ്പറിൽ കോൾ ചെയ്താൽ മതി, അപ്പം നിനക്ക് മനസ്സിലാവും PJ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഇത് ഏത് നമ്പറാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ PJനെ അവർ ഈ നമ്പറിലാണ് വിളിക്കുന്നത്, നീയും ഇതിനകത്ത് വിളിച്ചു നോക്കുക, അപ്പം നിനക്ക് മനസ്സിലാവും PJ എങ്ങനെയുള്ള ആളാണെന്ന് ഇങ്ങനെ നിനക്ക് മനസ്സിലാവും എന്ന് പറയുന്നത്. സീനിൽ PJക്കാണെങ്കിൽ ഒരു കോൾ വരുവാണ് കേട്ടോ. അപ്പോൾ അവനത് എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ജസ്റ്റ് പറയാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.